ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കലൊരു മനുഷ്യൻ സന്യാസിയായ ഒരു ഗുരുവിനെ കാണാൻ ആശ്രമത്തിലെത്തി. അയാൾ ഗുരുവിനോട് കുറെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. എനിക്കെപ്പോഴും പ്രശ്നങ്ങളാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമില്ല. അതിനാൽ ഞാൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും വിഷാദത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. അങ്ങ് എനിക്ക് എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. എല്ലാം കേട്ട ഗുരു ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു തവി ഉപ്പ് കലക്കി. എന്നിട്ട് അത് അയാൾക്ക് കുടിക്കാൻ നൽകി. അയാൾ അത് കുടിക്കാൻ ശ്രമിച്ചെങ്കിലും ഉപ്പ് രസത്താൽ കുടിക്കാൻ കഴിഞ്ഞില്ല. ഗുരു അയാളെയും വിളിച്ചുകൊണ്ട് ആശ്രമത്തിന് സമീപമുള്ള തടാകത്തിന്റെ കരയിലെത്തി. വീണ്ടും ഒരു തവി ഉപ്പെടുത്ത് തടാകത്തിൽ കലക്കി. എന്നിട്ട് അതിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ ഒരു കുഴപ്പവുമില്ലാതെ ആ വെള്ളം കുടിച്ചു. ഗുരു ചോദിച്ചു, ഇപ്പോൾ ഉപ്പ് രസമാണോ? അയാൾ പറഞ്ഞു, അല്ല ഗുരു, വെള്ളത്തിന് നല്ല മധുരമാണ്. ഗുരു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിലെ വേദനകളും പ്രയാസങ്ങളും ഉപ്പ് പോലെ കഠിനമാണ്. പക്ഷേ അത് നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ് പ്രസക്തി. ഗ്ലാസ് പോലെ ഹൃദയം സങ്കുചിതമാണെങ്കിൽ വിഷമതകളും പ്രയാസങ്ങളും കാഠിന്യമേറിയതായിരിക്കും. എന്നാൽ തടാകം പോലെ വിശാലമായ മനസ്സാണെങ്കിൽ ഈ പ്രതിസന്ധികളൊക്കെ നിസ്സാരമായിരിക്കും. വലിയ മനസ്സോടെ ജീവിക്കുക, അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായി തോന്നും. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇത്രയേറെ പ്രതിസന്ധികൾ നേരിട്ട യോസേപ്പിനെ പോലെ മറ്റൊരാൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് സംശയമാണ്. പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടവൻ, അടിമയായി വിൽക്കപ്പെട്ടവൻ, ചെയ്യാത്ത കുറ്റത്തിന് തടവിലാക്കപ്പെട്ടവൻ, ഇങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഓരോന്നായി കടന്നു വന്നിട്ടും ഇതിനെല്ലാം കാരണക്കാരായ സഹോദരങ്ങളെ പിന്നീട് കാണുമ്പോൾ യോസേഫ് പറയുന്ന മറുപടിയാണ് യോസേഫിന്റെ ഹൃദയവിശാലത വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം ആലോചിച്ചുവെങ്കിലും ദൈവം അതിനെ നന്മയാക്കുകയും ഇന്ന് കാണുന്ന പോലെ അനേകരുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് ചെയ്യുകയും ചെയ്തു. ഉൽപ്പത്തി 50:20. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവയുടെ കാഠിന്യം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. മനസ്സ് ചെറുതായാൽ വേദന കടുപ്പമായി തോന്നും. എന്നാൽ വിശാലമായ മനസ്സുണ്ടെങ്കിൽ വലിയ കഷ്ടപ്പാടുകളും കനിവോടെയും ശാന്തതയോടെയും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും തടുക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അവയെ മനസ്സുകൊണ്ട് സ്വീകരിക്കുവാൻ കഴിയുക എന്നത്. അങ്ങനെ അവയെ സ്വീകരിക്കുമ്പോൾ മുറിവേൽപ്പിക്കാതെയും വേദനിപ്പിക്കാതെയും അവ ജീവിതത്തിൽ വന്നു പോയിക്കൊള്ളും. വിശാലമായ മനസ്സോടെ എല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാകുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ.